രണ്ടാം മോദി സർക്കാർ 2020 നടപ്പാക്കിയ ദേശീയ വിദ്യാഭ്യാസ നയം ഇതിനോടകം തന്നെ ഇന്ത്യയിലെ ഭൂരിപക്ഷം സംസ്ഥാനങ്ങളും നടപ്പാക്കി കഴിഞ്ഞു. പ്രത്യേകിച്ച് BJP ഭരിക്കുന്നതായിട്ടുള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെല്ലാം തന്നെ ആ വിദ്യാഭ്യാസ നയം പ്രാവർത്തികമാക്കി കഴിഞ്ഞിരിക്കുകയാണ്. എന്നാൽ തെക്കേ ഇന്ത്യയിലെ ചില സംസ്ഥാനങ്ങൾ BJP ഇതര സർക്കാരുകൾ ഭരിക്കുന്ന സർക്കാരുകൾ, ഉദാഹരണമായി കർണാടക, തമിഴ്നാട്, കേരള, തെലങ്കാന തുടങ്ങിയ സംസ്ഥാനങ്ങൾ ഈ ദേശീയ വിദ്യാഭ്യാസ നയം ഫെഡറൽ സംവിധാനത്തിന് വിരുദ്ധമാണ് എന്ന പരാതി ഉന്നയിച്ചുകൊണ്ട് നടപ്പാക്കാതെ ഇരിക്കുകയാണ്. കേരളവും ഇക്കാര്യത്തിൽ ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കാൻ സാധ്യമല്ല എന്ന നിലപാടാണ് 2 വർഷം മുൻപ് വരെ സ്വീകരിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ കേരള സർക്കാർ ആകെ ഒരു വൈതരണിയിലെത്തിയതുകൊണ്ട് ഈ ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കാൻ പതുക്കെ രഹസ്യമായി തുടങ്ങി കഴിഞ്ഞിരിക്കുകയാണ്. കാരണം ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കിയില്ലെങ്കിൽ കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് ലഭിക്കുന്നതായിട്ടുള്ള കോടിക്കണക്കിന് രൂപയുടെ വിദ്യാഭ്യാസ സഹായം നഷ്ടമാകുമെന്ന് തിരിച്ചറിവുണ്ടായപ്പോൾ അറ്റയ്ക്ക് പോലും വകയില്ലാത്ത കേരള സർക്കാരിന് ഇനിയും പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് വന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും പൊതുവിദ്യാഭ്യാസ മന്ത്രിയും ചുവട് മാറ്റി പറഞ്ഞതെല്ലാം പതിവ് പോലെ വിഴുങ്ങിക്കൊണ്ട് ദേശീയ വിദ്യാഭ്യാസം ഘട്ടം ഘട്ടമായി നടപ്പാക്കുന്ന ഒരു സാഹചര്യത്തിലാണ് എത്തി നിൽക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൽ ഈ കഴിഞ്ഞ വർഷം നടപ്പാക്കിയതായിട്ടുള്ള 4 വർഷ ബിരുദ കോഴ്സുകൾ, ഓണേഴ്സ് എന്ന് പറയുന്നതായിട്ടുള്ള 4 വർഷ ബിരുദ കോഴ്സുകൾ. അത് യഥാർത്ഥത്തിൽ ഈ കേരളത്തിലെ വിദ്യാഭ്യാസ സമ്പ്രദായത്തെ അടിമുടി മാറ്റുന്നതാണ്. ദശാബ്ദങ്ങളായി കേരളത്തിൽ നിലനിന്നിരുന്നതായിട്ടുള്ള 3 വർഷ ബിരുദങ്ങളൊക്കെ ഏതാണ്ട് ഇല്ലാതായി കഴിഞ്ഞിരിക്കുന്നു. ഇനി ഒരടിസ്ഥാന ബിരുദം സർവകലാശാലയിൽ നിന്ന് ലഭിക്കണമെന്നുണ്ടെങ്കിൽ 4 വർഷം പഠിച്ചെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അതൊരു വലിയ മാറ്റമാണ്. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം 1 വർഷം കൂടി പഠിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അങ്ങനെ ആയാസകരമായ ഒരു രീതിയിലേക്ക് മാറിയ ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം ആണ്. എങ്കിൽ പോലും സർവകലാശാല ഡിഗ്രികൾക്ക് അംഗീകാരം കൊടുക്കുന്നത് കേന്ദ്ര ഏജൻസിയായ യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മീഷനാണ്. അപ്പോൾ UGCയുടെ ഗൈഡ് ലൈൻസ് കേന്ദ്ര ഗവൺമെന്റുമായി പൊരുത്തപ്പെടുമ്പോൾ UGCയുടെ മാർഗനിർദ്ദേശങ്ങൾ അനുസരിക്കാതെ ഏത് സർവകലാശാലകൾ എന്ത് പരിപാടി നടത്തിയാലും അതിൻ്റെ അംഗീകാരം നിഷേധിക്കാനുള്ള അധികാരം നിയമപരമായി UGCക്കുണ്ട്. അവർ അതെടുത്ത് പ്രയോഗിക്കുമെന്ന് കണ്ടപ്പോൾ ബഹുമാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ മന്ത്രി നേരത്തെ പറഞ്ഞ വിപ്ലവകരമായിട്ടുള്ള പ്രതിഷേധമെല്ലാം അവസാനിപ്പിച്ചിട്ട് തന്ത്രപൂർവ്വം ഈ 4 വർഷ ബിരുദ കോഴ്സുകൾ ഇവിടെ നടപ്പാക്കി കഴിഞ്ഞിരിക്കുകയാണ്. അതിനോട് ചേർത്താണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്ന ഒരു വാർത്ത. അടുത്ത വർഷം മുതൽ, അതായത് 2026-27 അക്കാദമിക് ഇയറിലേക്കുള്ള പ്രവേശനം വരുമ്പോൾ 1-ാം ക്ലാസ്സിൽ ചേർക്കണമെന്നുണ്ടെങ്കിൽ കുറഞ്ഞത് ആ കുട്ടിക്ക് 6 വയസ്സ് പൂർത്തീകരിക്കണം. നാളിതുവരെ കേരളത്തിൽ 5 വയസ്സ് പൂർത്തിയായി കഴിഞ്ഞാൽ 1-ാം ക്ലാസ്സിൽ ചേർക്കാൻ കഴിയുമായിരുന്നു. ആ നിയമം ഈ 2020 വിദ്യാഭ്യാസത്തിൻ്റെ നിയമത്തിൻ്റെ ഭാഗമായി വന്നപ്പോൾ അപ്പോഴും വീരശൂര പരാക്രമിയായ നമ്മുടെ പൊതുവിദ്യാഭ്യാസ മന്ത്രി ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത് ഒരു കാരണവശാലും ഞങ്ങളത് നടപ്പാക്കുകയില്ല, ഇവിടെ 5 വയസ്സ് തുടരും എന്ന്. എന്നാൽ കേന്ദ്ര ഗവൺമെൻറ് നേരിട്ട് നടത്തുന്നതായ CBSE സ്കൂളുകൾ, ഉദാഹരണം കേന്ദ്രീയ വിദ്യാലയങ്ങൾ, മിലിറ്ററി സ്കൂളുകൾ തുടങ്ങിയ സ്കൂളുകളെല്ലാം തന്നെ ആ നിയമം നേരത്തെ നടപ്പാക്കി. സംസ്ഥാനത്തെ മിക്കവാറും CBSE സ്കൂളുകളും ISE സ്കൂളുകളും ഒക്കെ പഴയ രീതി തുടർന്നു. 5 വയസ്സ് എന്ന രീതിയിലാണ് തുടർന്നു വന്നിരിക്കുന്നത്. എന്നാൽ അവിടെയും ഒരു പ്രതിസന്ധി ഉണ്ടാകുമെന്ന് പൊതുവിദ്യാഭ്യാസ മന്ത്രി തിരിച്ചറിഞ്ഞപ്പോൾ അദ്ദേഹവും പറഞ്ഞതെല്ലാം വിഴുങ്ങി ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ ഭാഗമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. അതിൻ്റെ പ്രധാനമായ കാരണം ആദ്യം സൂചിപ്പിച്ചതുപോലെ കോടിക്കണക്കിന് രൂപയാണ് കേന്ദ്രത്തിൽ നിന്നും വിദ്യാഭ്യാസ സഹായമായി സംസ്ഥാനങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. കേന്ദ്രത്തിൻ്റെ ഏറ്റവും വലിയ അഭിമാന പദ്ധതിയാണ് PM ശ്രീ എന്ന് പറയുന്നതായ പദ്ധതി. അതായത് പ്രൈം മിനിസ്റ്റർ ശ്രീ എന്ന് പറയുന്നത് പൊതുവിദ്യാഭ്യാസ സ്കൂളുകൾക്ക് ഗവൺമെൻറ് മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് നടത്തി കഴിഞ്ഞാൽ കോടികളുടെ സാമ്പത്തിക സഹായം സ്കൂളുകൾക്ക് കൊടുക്കുകയും അതുവഴിയായി
ഈ പറയുന്ന സെക്കൻഡറി വിദ്യാഭ്യാസം അല്ലെങ്കിൽ പൊതുവിദ്യാഭ്യാസ മേഖലയൊക്കെ ഉണർന്നെഴുന്നേൽക്കുകയും ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൻ്റെ ബജറ്റിൽ തന്നെ വിദ്യാഭ്യാസത്തിനായി ചെലവഴിച്ചിരിക്കുന്ന അല്ലെങ്കിൽ നീക്കിവെച്ചിരിക്കുന്ന തുക വളരെ ചെറുതാണ്. കാരണം കടുത്ത ധനപ്രതിസന്ധിയിലൂടെ പോകുന്ന ഒരു സംസ്ഥാനമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. പ്രത്യേകിച്ച് കഴിഞ്ഞ 10 വർഷം ഓരോ വർഷം കഴിയുന്തോറും കേരളത്തിൻ്റെ പൊതുകടം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. വിദ്യാഭ്യാസ ആരോഗ്യ മേഖലയിൽ പണ്ടത്തെ പോലെയൊന്നും പണം ചെലവഴിക്കാനായി സാധിക്കുന്നില്ല. അതുകൊണ്ട് വിദ്യാഭ്യാസ രംഗത്ത് പുതിയ പരിഷ്കാരങ്ങൾ നടപ്പാക്കാനായി കഴിയുന്നില്ല. അങ്ങനെ ധാരാളം പ്രതിസന്ധികൾ വന്നപ്പോൾ ഇനിയും പുറംതിരിഞ്ഞു നിന്നു കഴിഞ്ഞാൽ ഉള്ളത് കൂടി ഇല്ലാതാകുമെന്ന തിരിച്ചറിവുണ്ടായപ്പോഴാണ് ഈ PM ശ്രീ പോലെയുള്ള പദ്ധതികൾക്ക് ആനുകൂല്യം ലഭിക്കുന്നതിന് വേണ്ടി കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിഷ്ഠ അനുസരിച്ച് 6 വയസ്സ് കുറഞ്ഞത് പൂർത്തിയായിരിക്കണം 1-ാം ക്ലാസ്സിൽ ചേരണം എന്നുള്ളതാണ്. ഇത് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഗുണപരമായ ഒരു പരിഷ്കാരമാണെങ്കിലും ഇത് മറ്റ് ചില പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്, മറുവശമുണ്ട്. കാരണം നിലവിൽ പ്രീ പ്രൈമറി വിദ്യാഭ്യാസം എന്ന രീതിയിൽ സംസ്ഥാനത്ത് നിൽക്കുന്നത് LKG UKG എന്ന പേരിലാണ്. ലോവർ കിൻഡർ ഗാർട്ടൻ, അപ്പർ കിൻഡർ ഗാർട്ടൻ എന്ന് പറയുന്ന 2 വർഷ കോഴ്സായിരുന്നു. അത് സാധാരണയായി 3 വയസ്സിൽ LKGയിൽ ചേർക്കും, 4 വയസ്സാകുമ്പോൾ UKGയിലേക്ക് പോകും, അത് പൂർത്തിയായി 5 വയസ്സാകുമ്പോൾ 1-ാം ക്ലാസ്സിലേക്ക് പോവുക എന്ന ഒരു സമ്പ്രദായവുമായിട്ടാണ് കേരളത്തിലെ പൊതുസമൂഹം ഇതുവരെ പൊരുത്തപ്പെട്ടിരുന്നത്. ഇത് പ്രത്യേകിച്ച് വലിയൊരു ആശ്വാസമാണ് ഈ ജോലി ചെയ്യുന്നവരായ അല്ലെ ഉദ്യോഗസ്ഥരായിട്ടുള്ള ദമ്പതികളെ സംബന്ധിച്ചിടത്തോളം. കാരണം അവർക്ക് ചെറിയ കുട്ടികളെ 3 വയസ്സാകുമ്പോൾ തന്നെ പ്രീ പ്രൈമറി വിദ്യാഭ്യാസ കേന്ദ്രങ്ങളാക്കിയിട്ട് സമാധാനത്തോടെ ജോലിക്ക് പോകാനായി സാധിക്കും. 2 വർഷം അവിടെ കഴിയുമ്പോൾ 5 വർഷം പൂർത്തിയാക്കി 1-ാം ക്ലാസ്സിലേക്ക് ചേർക്കാനും കഴിയുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ അടിമുടി മാറാൻ പോകുന്നത്. ഇപ്പോൾ പ്രീ പ്രൈമറി വിദ്യാഭ്യാസം എന്ന് പറയുന്നത് തന്നെ 3 വർഷമായി വർദ്ധിച്ചിരിക്കുകയാണ്. അതായത് കൊച്ചു കുട്ടികളുടെ വിദ്യാഭ്യാസം ഇപ്പോൾ 2 വർഷം എന്നത് 3 വർഷമാക്കി വർദ്ധിപ്പിച്ചിരിക്കുന്നു. ഇവിടെ കാണേണ്ടതായ മറ്റൊരു സംഗതി, ഇപ്പോൾ കേരളത്തിൽ ധാരാളം അനൗദ്യോഗികമായ കേന്ദ്രങ്ങൾ ഈ പ്രീ പ്രൈമറി വിദ്യാഭ്യാസത്തിന് നടത്തുന്നുണ്ട്. ചില വീടുകൾ പോലും വാടകയ്ക്കെടുത്ത് ഈ 3 വയസ്സ് മുതൽ 5 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികളെ ഭാരിച്ചതായ ഫീസ് രക്ഷകർത്താക്കളിൽ നിന്ന് വാങ്ങിച്ച് ഈ നടത്തുന്നതായിട്ടുള്ള ഒരുപാട് സ്വകാര്യ സ്ഥാപനങ്ങളുണ്ട്. അവിടെ വേണ്ടത്ര അടിസ്ഥാന സൗകര്യം പലയിടത്തുമില്ല, വേണ്ടത്ര യോഗ്യതയുള്ള അധ്യാപകരില്ല, ശാസ്ത്രീയമായി ഈ കുട്ടികളെ കൈകാര്യം ചെയ്യാൻ പ്രാഗൽഭ്യമുള്ള മറ്റ് ജീവനക്കാരുമില്ല. ഇതൊരു തരം കച്ചവടമായി മാറിയിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷം കേരളത്തിലുണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഇത് കൂടുതൽ വ്യാപകമാക്കാൻ, അവരുടെ ബിസിനസ് വ്യാപകമാക്കാൻ ഇത് വഴി തുറക്കുമോ എന്ന ആശങ്കയുണ്ട്. അതിന് ഒരു പോംവഴി എന്ന് പറയുന്നത് കൃത്യമായി സർക്കാർ ഇടപെട്ടിട്ട് ഇതുപോലെ പ്രീ പ്രൈമറി വിദ്യാഭ്യാസം നടത്തുന്ന കേന്ദ്രങ്ങൾക്ക് വളരെ വ്യക്തമായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളുണ്ട് എന്ന് ഉറപ്പുവരുത്തുകയും വേണം. 2 കാര്യങ്ങൾ പ്രത്യേകമായി സർക്കാർ ഇക്കാര്യത്തിൽ അനുഷ്ഠിക്കേണ്ടതായിട്ടുണ്ട്. ഒന്ന്, സർക്കാരിൻ്റെ നിർദ്ദേശം അനുസരിച്ചുള്ള അടിസ്ഥാന ഭൗതിക സൗകര്യങ്ങൾ ഈ പ്രീ പ്രൈമറി വിദ്യാലയങ്ങളിലുണ്ട് എന്ന് ഉറപ്പുവരുത്തണം. രണ്ടാമതായി, ഇവിടെ ജോലിയെടുക്കുന്നതായിട്ടുള്ള അധ്യാപകരെന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന ആളുകളെല്ലാം കുറഞ്ഞ പരീക്ഷാ യോഗ്യത നിശ്ചയിച്ച് അതുള്ളവരായിരിക്കണം എന്ന് ഉറപ്പുവരുത്തണം. കഴിയുമെങ്കിൽ ഇവിടെ ഒരു ഫീസിൻ്റെ കാര്യത്തിൽ ഒരു ഏകീകരണം ഉണ്ടാകണം. ലൈസൻസ് അത് ലഭിക്കുന്നവർക്ക് മാത്രമേ ഈ തരം പ്രീ പ്രൈമറി സ്ഥാപനങ്ങൾ നടത്താൻ കഴിയുള്ളൂ. അത് ഒരുപക്ഷെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ ഏൽപ്പിച്ചാലും കുഴപ്പമില്ല. അപ്പോൾ ആ തരത്തിലൊരു ഏകീകൃത രീതിയിൽ സംസ്ഥാനത്ത് ഈ പ്രീ പ്രൈമറി വിദ്യാഭ്യാസം നടത്താനുള്ള ഉത്തരവാദിത്തം സർക്കാർ ഏൽക്കണം. അല്ലാതെ ഇഷ്ടം പോലെ ഇതൊരു കച്ചവടമായി വായിൽ തോന്നുന്ന ഫീസ് വാങ്ങിച്ച് മുതലെടുക്കാനായി ശ്രമിക്കരുത്. ഉദ്യോഗസ്ഥരായ ദമ്പതികളുടെ കുഞ്ഞുങ്ങൾക്ക് ഒരു പരിരക്ഷ ലഭിക്കുന്നത് ആവശ്യമാണ്. അവർ 5 വയസ്സ് വരെ നിർത്തിയാൽ മതിയായിരുന്നു എന്നുള്ളത് ഇപ്പോൾ 6 വയസ്സിലേക്ക് പോകുമ്പോൾ അവരും അക്കാര്യത്തിൽ അല്പം കൂടെ ഉത്കണ്ഠയുള്ളവരാണ്. അതെല്ലാം അവസാനിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഈ വിദ്യാഭ്യാസം ഗുണപരമായി നിലവാരം ഉയർന്നതാകണമെന്ന ആത്മാർത്ഥതയുണ്ടെങ്കിൽ സർക്കാർ ഇക്കാര്യത്തിൽ ഇടപെടുകയും ഈ പറയുന്ന പ്രീ പ്രൈമറി സ്കൂൾ വിദ്യാഭ്യാസ സമ്പ്രദായത്തെ മെച്ചപ്പെടുത്തുകയും അത് മോണിറ്റർ ചെയ്യുകയും അവിടെ അടിസ്ഥാനപരമായിട്ടുള്ള യോഗ്യതകളും സൗകര്യങ്ങളും ഒരുക്കുകയും ചെയ്യണം. വേണ്ടി വന്നാൽ ഇതിനെ ഒരു ഏകീകൃതമായിട്ടുള്ള പാഠ്യക്രമവും വേണം.
ഇഷ്ടം പോലെ അവരവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ പുസ്തകങ്ങൾ പഠിപ്പിക്കുകയോ ചിത്രങ്ങൾ വരയ്ക്കുകയോ അല്ലെങ്കിൽ കളി സാധനങ്ങൾ ഉപയോഗിക്കുകയോ ചെയ്യുന്നത് പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. ആ കാര്യത്തിലൊക്കെ കർശനമായ വ്യവസ്ഥകൾ സർക്കാർ ഉണ്ടാക്കണം. ആ വ്യവസ്ഥകൾ പാലിക്കുന്ന സ്ഥാപനങ്ങൾക്ക് മാത്രമേ പ്രീ പ്രൈമറി സ്കൂളുകൾ നടത്താൻ അനുവാദം നൽകാവൂ. ഇപ്പോഴത്തെ പോലെ ആർക്കും ഏതെങ്കിലും ഒരു ഷെഡ് വാടകയ്ക്ക് എടുത്തിട്ട് ഈ പറയുന്ന 3 മുതൽ 5 വരെ വയസ്സ് പ്രായമുള്ള കുട്ടികളെ 3 വർഷം അതിനകത്തിട്ട് വിദ്യാഭ്യാസമാണ് എന്ന പേരിൽ നടത്തുന്ന ഏർപ്പാട് അശാസ്ത്രീയമാണ്. അത് അടിയന്തരമായി ഇല്ലാതെയാക്കാനുള്ള ശ്രമങ്ങൾ ആത്മാർത്ഥമായി സർക്കാർ ശ്രമിക്കണം. അതോടൊപ്പം തന്നെ 6 വയസ്സെന്ന് പറയുന്ന കേന്ദ്ര നിർദ്ദേശം വിദ്യാഭ്യാസ നയത്തിൻ്റെ ഭാഗമെന്ന രീതിയിൽ അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള സന്നദ്ധതയും ഉണ്ടാകണം എന്നാണ് ഈ സമയം പൊതുസമൂഹം ആഗ്രഹിക്കുന്നത്.